ഹാരാനിലെ ലാബാന്റെ മൂത്ത മകളായിരുന്ന ലേയ അനിയത്തെപ്പോലെ സുന്ദരിയല്ലായിരുന്നു. ബൈബിളിൽ അവളെ വിശേഷിപ്പിക്കുന്നത് ശോഭയില്ലാത്ത കണ്ണുള്ളവൾ എന്നാണ്. എന്നാൽ അവളുടെ ഉള്ളിൽ സ്നേഹത്തിനായി കുതിക്കുന്ന ഒരു ഹൃദയമുണ്ടായിരുന്നു. യാക്കോബ് റാഹേലിനെ പ്രണയിക്കുകയും അവൾക്കായി 7 വർഷം അധ്വാനിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹ ദിനത്തിൽ പിതാവായ ലാബാൻ ലേയയെ മൂടുപട വിട്ട് യാക്കോബിന്റെ അടുത്തേക്ക് അയച്ചു. ചൗതിയിലൂടെ ലഭിച്ച ഭർത്താവായിരുന്നു അവൾക്ക് യാക്കോബ്. വിവാഹശേഷം യാക്കോബ് അവളെ വെറുത്തില്ലെങ്കിലും അവന്റെ ഹൃദയം മുഴുവൻ റാഹേലിനോടായിരുന്നു. അവൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് കണ്ട ദൈവം അവളെ അനുഗ്രഹിച്ചു. അവൾക്ക് ഓരോന്നായി മക്കൾ പിറന്നു. ഓരോ മകൻ ജനിക്കുമ്പോഴും അവൾ പ്രത്യാശിച്ചു, ഇപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ലേയയുടെ ആദ്യത്തെ 3 പുത്രന്മാരുടെ പേരുകൾ രൂബേൻ, ശിമയോൻ, ലേവി. ഇവർ അവളുടെ വേദനയുടെയും സ്നേഹത്തിനായുള്ള കാത്തിരിപ്പിന്റെയും അടയാളമായിരുന്നു. എന്നാൽ 4ാമത്തെ മകൻ ജനിച്ചപ്പോൾ അവൾ സ്നേഹത്തിനായുള്ള കാത്തിരിപ്പ് നിർത്തി, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അവൾ അവനെ യഹൂദ എന്ന് പേരിട്ടു. യാക്കോബിന് സ്നേഹം പൂർണ്ണമായി ലഭിച്ചില്ലെങ്കിലും ലേയയുടെ വംശപരമ്പരയിലൂടെയാണ് പിന്നീട് ദാവീദ് രാജാവും ലോകരക്ഷകനുമായ യേശുക്രിസ്തുവും ജനിച്ചത്. ഗുണപാഠം: മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നില്ലെങ്കിലും ദൈവം നമ്മുടെ സങ്കടങ്ങൾ കാണുന്നു. അവിടെ നിന്ന് നമ്മെ ഉചിതമായ രീതിയിൽ ഉയർത്തും.